സിനിമയിൽ കംപ്ലീറ്റ്ലി അത് എടുക്കണമെന്നില്ല. അപ്പം മ്യൂസിക് ആണെങ്കിലും ശരി, ഇനി സൗണ്ട് ഡിസൈൻ ആണെങ്കിലും ശരി, ഇതിൻ്റെയൊക്കെ ഒരു ഫൈനൽ ഡിസിഷൻ ഇത് എന്ത് വേണം എന്ത് വേണ്ട എന്ന് ഡിസൈഡ് ചെയ്യണത് മിക്സിലാണ്. സൗണ്ട് അവിടെ കേൾപ്പിക്കാതിരിക്കണമെങ്കിലും ഒരു ബ്യൂട്ടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്റ്റ് വരേണ്ട രീതിയിലാണ് അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് അങ്ങനെ ചെയ്യുള്ളൂ. ഇത് എൻ്റെ മാത്രം ഒരു കോൺട്രിബ്യൂഷൻ അല്ല ഇതൊന്നും. അത് സൗണ്ട് ഡിസൈനേഴ്സും അതിൽ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഭയങ്കര ടഫായിട്ടുള്ള ജോലിയാണ്. ഞാൻ പറയണത് ഈ സിനിമ മോശമാണ് എന്ന് പറയുന്നത് കേൾക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്, അത് ഏത് സിനിമയാണെങ്കിലും. വെൽക്കം ടു ഗ്ലോബൽ വുഡ് റെക്കോർഡ്സ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മലയാളം ഇൻഡസ്ട്രിയിലെ നിരവധി ഹിറ്റ് ഫിലിംസ് ചെയ്ത റീ റെക്കോർഡർ മിക്സർ ഫസൽ എ ബേക്കർ ആണ്. വെൽക്കം ടു ദ ഷോ സർ. ഇപ്പം നമുക്ക് സാധാരണ ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഈ സൗണ്ട് ഡിസൈനും സൗണ്ട് മിക്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്? ഈ സൗണ്ട് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ, ആ സിനിമ എഡിറ്റ് കഴിഞ്ഞ് അത് ഡബ്ബിങ് കഴിഞ്ഞ്, സിനിമയാണെങ്കിൽ ഡബ്ബ് കഴിഞ്ഞ് അത് ആ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള സൗണ്ടുകൾ, അത് ആ സിനിമ എങ്ങനെ സൗണ്ട് ചെയ്യണം, അതിൽ സൗണ്ടിൻ്റെ ഏതൊക്കെ രീതിയിൽ സൗണ്ടിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ആ സിനിമ ഓഡിയൻസുമായിട്ട് കണക്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ആ സിനിമയെ കംപ്ലീറ്റ്ലി സൗണ്ടിന് ഇൻചാർജ് ശരിക്കും അവർക്കായിരിക്കും. ആക്ച്വലി ഈ സൗണ്ട് ഡിസൈനേഴ്സ് എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനുള്ള ആരാണോ സൗണ്ട് അത് ഡീൽ ചെയ്യണം, അവരാണത് ഡീൽ ചെയ്യണത്. പക്ഷെ മിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ചെയ്ത ഈ സാധനങ്ങൾ, ഇവർ ചെയ്ത ഈ സൗണ്ടുകൾ, അതുകൂടാതെ മ്യൂസിക് ഡയറക്ടേഴ്സ് ചെയ്ത മ്യൂസിക് BGMs, ഇതെങ്ങനെ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ എങ്ങനെ ഓഡിയൻസിലേക്ക് എത്തിക്കാം, അത് വെറുതെ എത്തിച്ചാൽ പോരാ, അത് ആ ഒരു സൗണ്ടിൻ്റെ ഫീൽ എങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ ഇവർ ചെയ്ത എല്ലാ സാധനങ്ങളും ചിലപ്പോൾ നമ്മൾ സിനിമയിൽ കംപ്ലീറ്റ്ലി അത് എടുക്കണമെന്നില്ല. അപ്പം മ്യൂസിക് ആണെങ്കിലും ശരി, ഇനി സൗണ്ട് ഡിസൈൻ ആണെങ്കിലും ശരി, ഇതിൻ്റെയൊക്കെ ഒരു ഫൈനൽ ഡിസിഷൻ ഇത് എന്ത് വേണം എന്ത് വേണ്ട എന്ന് ഡിസൈഡ് ചെയ്യണത് മിക്സിലാണ്. അത് ഇമോഷണലി, അതായത് ഈ സിനിമ എങ്ങനെ പ്രേക്ഷകരുമായിട്ട് കണക്റ്റ് ആവണം. അപ്പോൾ വിത്ത് ഡയറക്ടറുടെ പെർമിഷനിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. പക്ഷേ ഇവരെല്ലാവരും ഉണ്ടാവും ഈ പ്രോസസ്സ് നടക്കുന്ന സമയത്ത്. ഇപ്പം നമ്മളൊരു ഫൈനൽ റൗണ്ട് മിക്സ് ചെയ്താൽ നമുക്ക് തോന്നണം നമ്മളുടെ ഒരു ക്രിയേറ്റീവായിട്ട് നമുക്കിതിനെങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും, അങ്ങനെ ഇത് ഈ സീനുകൾ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ സിനിമ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ചെയ്തതിന് ശേഷം ഇവരെല്ലാവരും വന്ന് സിനിമ നമ്മളുടെ കൂടെ ഇരുന്ന് കണ്ട് ഡയറക്ടറുടെ അപ്രൂവലോട് കൂടി ഇതിനകത്ത് എന്ത് വേണം, നമ്മൾ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അത് ഇവർക്കും കൂടി എല്ലാവർക്കും കൂടി അത് ഒരു കളക്റ്റീവ് വർക്കാണ്, എല്ലാവരും കൂടിയും. പക്ഷേ ഭയങ്കര ടഫായിട്ടുള്ള ജോലിയാണ്. കാരണം നമ്മൾ കണ്ടിന്യൂസ്ലി ഈ സിനിമകൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ കാണുകയും ഇതിനകത്തുള്ള ഇമോഷൻസ്, അതായത് അതിനകത്തുള്ള ഏത് ടൈപ്പ് ഇമോഷൻ ആണെങ്കിലും അത് ഫുള്ളി നമ്മൾ ക്യാരി ചെയ്ത് കൊണ്ട് നടക്കേണ്ടി വരും ആ സിനിമ തീരണ വരെ. അങ്ങനത്തെ ഒരു ജോബാണ്. ഒരു സിനിമയുടെ മിക്സിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസൽക്ക ചെയ്യുന്ന ഒരു ഫസ്റ്റ് ഹോംവർക്ക് എന്താണ്? ഫുൾ മൂവി വാച്ച് ചെയ്യാറുണ്ടോ, അതോ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ മുതലേ സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ച് അങ്ങനെയാണോ തുടങ്ങാറ്? അല്ല, ഇത് രണ്ട് രീതിയിലാണ് ശരിക്കും. ചില സിനിമകൾ നമ്മൾ സ്ക്രിപ്റ്റുമായിട്ട് ഇൻവോൾവ് ആവുന്ന സിനിമകളുണ്ട്, കുറച്ചുകൂടി നല്ലതാണത്. കാരണം നമുക്ക് അപ്പം എന്തെങ്കിലും ഐഡിയകൾ ഉണ്ടെങ്കിൽ അത് അവിടെ ഷെയർ ചെയ്യാനും വളരെ നല്ലതാണ്. ചില സിനിമകൾ അങ്ങനെ ആയിരിക്കില്ല, എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കുള്ളൂ ടെക്നീഷ്യൻസിന് അവർ ഇന്ന ആളാണ് ഇത് ചെയ്യണേന്ന് അവർ അപ്പം ഇത് ചെയ്യണം. അപ്പം ആ സമയത്ത് വന്ന സിനിമകൾ നമ്മൾ ആ സമയത്ത് അതിരുന്ന് ഫുള്ളൊന്ന് കണ്ടതിന് ശേഷം നമ്മളത് എന്താണ് അതിൽ വേണ്ടത്, സൗണ്ട് ഡിസൈനർ ഉണ്ടാവും, ആ ഡിസൈനറായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയാണത് പ്രോസസ്. അങ്ങനെയാണ്. അപ്പൊ ഇതുവരെ ചെയ്തത് വെച്ചിൽ ഏറ്റവും കൂടുതൽ ടെക്നിക്കലി ടഫസ്റ്റ് ആയി തോന്നിയ ഒരു സിനിമ ഏതായിരിക്കും? അല്ല, എല്ലാ സിനിമയും ടഫാണ്. ഇപ്പം നമ്മളിപ്പോൾ 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ സിനിമ കണ്ടിറങ്ങി റിവ്യൂ പറയുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവരും ഇത് മോശമാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സൗണ്ടല്ല ഞാൻ പറയണത്, ഈ സിനിമ മോശമാണ് എന്ന് പറയുന്നത് കേൾക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്, അത് ഏത് സിനിമയാണെങ്കിലും.
അതിങ്ങനെ ചെറുതും വലുതുമൊന്നുമില്ല. സിനിമകൾ സൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഏത് സിനിമ ഒരു മിക്സിംഗ് പ്രോസസ്സിലൂടെ പോയാലും ടഫ് തന്നെയാണത്. പക്ഷെ നമ്മളത് എൻജോയ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യണത്. എന്നാലും ഏതായിരിക്കും ഒരു ടഫസ്റ്റ് ചെയ്ത് ഒരു എനിക്കെല്ലാം ടഫാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഏത് സിനിമ വന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രോസസ്സ്, ഞാൻ സിനിമ മനസ്സിലാക്കണതും ആ സിനിമ ഞാൻ കൺസീവ് ചെയ്യണതും അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കണതും ഒക്കെ അത് ഇപ്പം ഏത് സിനിമ വന്നു കഴിഞ്ഞാലും എനിക്ക് അത് ടഫാണ്. ഇത്രയും നാൾ ഞാൻ ചെയ്ത സിനിമകളെല്ലാം എനിക്ക് ടഫായിരുന്നു. ഇനിയും ടഫാവാനാണ് ചാൻസ്. കാരണം അങ്ങനെ ടഫായാലേ ആ സിനിമയിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ അങ്ങനെയാണ് എല്ലാ സിനിമയും. അത് ചെറുത് വലുതെന്നുള്ളതില്ല എനിക്ക്. സിനിമയാണ്. എല്ലാ സിനിമ ഒരുപോലെയല്ല. സിനിമയിൽ ഞാൻ കാണുന്ന രീതികളെല്ലാം വ്യത്യാസത്തിലാണ് കാണുന്നത്. ചുമ്മാതെ അങ്ങ് വന്നിട്ട് എന്തെങ്കിലും ചെയ്ത് ഒരു പരിപാടി ചെയ്ത് വിടാനായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. സെൽഫ് ലേണിംഗ് ആയതുകൊണ്ട് തന്നെ ഫുൾ അത് ഞാൻ ഇപ്പോഴും അത് ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. മഞ്ഞുമൽ ബോയ്സ് തിയേറ്ററിൽ വെച്ച് കാണുമ്പോൾ ഓഡിയൻസിന് തന്നെ ആ ഒരു കേവിൻ്റെ ഉള്ളിൽ പെട്ടുപോയ പോലെ ഒരു ഫീലായിരുന്നു. അപ്പം ആ ഒരു കേവിൻ്റെ സീക്വൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയം ലെവൽസ്, സ്പേസ് ലെവൽസ് അതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കൽ ഡിസിഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? അത് ശരിക്കും സൗണ്ട് മാത്രമല്ല അതിൻ്റെ, അത് എന്താ പറയുക, അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ. നമ്മൾ ആ ഒരു സ്പേസിലേക്ക് വരുമ്പോൾ യൂഷ്വലി നമുക്ക് തന്നെ ഇപ്പം നമ്മൾ പല സ്ഥലങ്ങളിലും പല രീതിയിലും അത്ര ഗുഹയിലേക്കൊന്നും പോയിട്ടില്ലെങ്കിലും നമ്മൾ പല രീതിയിലുള്ള ഇതേപോലത്തെ എൻവയോൺമെൻറ്റ്സിലുള്ള വീഡിയോസും അല്ലെങ്കിൽ പല സ്ഥലത്തും നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് പ്രൊഡക്ഷൻ ഡിസൈൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സീൻ നമ്മളങ്ങനെ കാണുമ്പോൾ അതിൻ്റെ പെർഫോമൻസ്, അതിൽ അഭിനയിച്ചേക്കുന്ന ആൾക്കാർ, ഇതെല്ലാവരുടെയും വരുമ്പോൾ നമ്മൾ ആ സ്പേസ് എന്താണോ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അതിന് പ്രത്യേകിച്ച് പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഗുഹയിലേക്ക് വീഴണ സാധനങ്ങളും കല്ലിൻ്റെ ഡ്രോപ്പും ഇത് എൻ്റെ മാത്രം ഒരു കോൺട്രിബ്യൂഷൻ അല്ല ഇതൊന്നും. അത് സൗണ്ട് ഡിസൈനേഴ്സും അതിൽ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. സൗണ്ട് ഡിസൈനേഴ്സ് നന്നായിട്ട് ആക്റ്റീവായിട്ട് ചെയ്താലേ നമുക്ക് അതിൻ്റെ ആ ഒരു സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം നല്ലതായിട്ട് ആ സമയത്ത് വന്നു. അപ്പോൾ അങ്ങനെ അത്രയും നല്ലതായിട്ട് വരുമ്പോൾ നമുക്കതിനെ നല്ല രീതിയിൽ തന്നെ ടഫാണ്. പക്ഷെ എന്നാലും നമ്മളത് ഇരുന്ന് ആ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. അത് ടെക്നിക്കലി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും അത് എന്താണെന്ന് മനസ്സിലാവില്ല. അതങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉള്ള കാര്യവുമല്ല അത് ശരിക്കും. അതേ സീക്വൻസിൽ, ഗുന കേവ്സിന്റെ സീക്വൻസിൽ മഴത്തുള്ളികളൊക്കെ വീഴുന്നതിന്റെ മൈക്രോ സൗണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആ മൈക്രോ സൗണ്ട്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തായിരുന്നു? അത് ഷോർട്ട് അല്ലേ. ഇപ്പോൾ സിനിമയിൽ ഇപ്പോൾ വൈഡ്, മീഡിയം, ടൈറ്റ്, ക്ലോസ്, ഷോർട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഷോർട്സിൽ വന്ന സൗണ്ടുകളെല്ലാം ഓഡിയബിളായിട്ട് വരേണ്ടതായിട്ട് തോന്നിയാണെങ്കിൽ മാത്രം അത് ചെയ്യുള്ളൂ നമ്മൾ. ഇപ്പം ആ സമയത്ത് അത് വേണമെന്ന് തോന്നി, അല്ലെങ്കിൽ അത് ഓഡിയൻസിന് ഓക്കെ ആ ഒരു ഫീല് വരുമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് അവിടെ അങ്ങനെ ചെയ്തേക്കണത്. അത് ഓൾറെഡി ഈ സാധനങ്ങളെല്ലാം സൗണ്ട് ഡിസൈനേഴ്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ ഒരു അത് ഏത് വേണം, ആ ഷോട്ടിൽ അത് എങ്ങനെ വേണം എന്ന് നമ്മളാണ് ഡിസൈഡ് ചെയ്യണത്. പിന്നെ ഇനിയിപ്പോൾ അത് ഡ്രോപ്പ് വീണത് അത് അങ്ങനത്തെ ഒരു മൂമെൻ്റ് ആയതുകൊണ്ടാണ് ചിലപ്പോൾ ആ സൗണ്ട് കേട്ടേണത്. ചിലപ്പോൾ അവിടെ വേറൊരു ടൈപ്പ് ഇമോഷണൽ സാധനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ നമ്മളത് കേൾപ്പിക്കില്ല. ഈ സൗണ്ട് അവിടെ കേൾപ്പിക്കാതിരിക്കണമെങ്കിലും ഒരു ബ്യൂട്ടി ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്റ്റ് വരേണ്ട രീതിയിലാണ് അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പ്ലാൻഡ് അല്ല, അല്ലെങ്കിൽ അതൊന്നും എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ടൊരു മറുപടി എനിക്ക് പറയാൻ അറിയില്ല. നമ്മളത് കണ്ടപ്പോൾ നമുക്കത് അങ്ങനെയാണ് അതിൽ വർക്ക് ചെയ്യാനായിട്ട് തോന്നിയത്, അതങ്ങനെ ചെയ്തു. അത് വേറൊരു രീതിയിലായിരുന്നു ഇപ്പം അതിൻ്റെ മ്യൂസിക് വേറൊരു രീതിയിൽ ആയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് ഡിസൈൻ വേറൊരു രീതിയിലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അത് വേറൊരു രീതിയിലാണ് ഡയറക്ടർ ചെയ്തു വെച്ചേക്കണമെങ്കിൽ നമ്മൾ വേറൊരു രീതിയിൽ അത് ചെയ്യും. അപ്പോൾ ഡയറക്ടറുടെ ഒരു എക്സ്പെക്റ്റേഷൻ അതിലകത്തേക്ക് മീറ്റ് ചെയ്ത രീതിയിൽ അത് ചെയ്തത് വർക്കായി, അത്രേ ഉള്ളൂ. അത് എന്തുകൊണ്ടെന്നുള്ള ഇതിനെ എനിക്ക് അറിയില്ല മറുപടി പറയാൻ. ആ ഒരു സീക്വൻസിൽ നമ്മൾ ആ കംപ്ലീറ്റ് ഫീല് കൊണ്ടുവന്നത്
ഒരു സൈലൻസും കൂടെ വന്നപ്പോഴാണ്. അപ്പം അതിൻ്റെ ക്രിയേറ്റീവ് സൈഡ് എങ്ങനെയാണ് അത് യൂസ് ചെയ്തത്? അത് ഒരു ക്രിയേറ്റീവ് ഡിസിഷനാണത്. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യണം. അതെ. അപ്പോൾ നമ്മളത് എങ്ങനെ ഫീൽ ചെയ്യുന്നു, ഇപ്പോൾ അതിനകത്ത് അമ്മ കരയണ സീക്വൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ എടുക്കുന്ന ഒരു ക്രിയേറ്റീവ് ഡിസിഷനാണത്. ഒന്നും ഫോഴ്സ്ഫുള്ളി ചെയ്തതല്ല. ആ ക്രിയേറ്റീവ് ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോൾ അത് ആ എടുക്കുന്ന ഡിസിഷൻ ഡയറക്ടർക്കും സൗണ്ട് ഡിസൈനർക്കും മ്യൂസിക് ഡയറക്ടർക്കും എല്ലാവരും അത് അംഗീകരിക്കുകയാണെങ്കിൽ അത് ഓക്കെയാണ്. അംഗീകരിച്ചില്ലെങ്കിൽ അവിടെ ഒരു തർക്കം നടക്കും. ആ തർക്കം ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻ ആയിരിക്കും ഉള്ളത്, സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻ ആയിരിക്കും ഉള്ളത്. പല രീതിയിൽ സംസാരിച്ച് പല രീതിയിൽ അത് ട്രൈ ചെയ്യും. ഏതാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബെസ്റ്റ് ഫൈനലാവും. മിക്കവാറും നമ്മൾ ചെയ്ത വേർഷൻ തന്നെ ഫൈനലാവാറാണ് പതിവ്. ഇപ്പോൾ ഒരു മാസ് സീനൊക്കെ വരുമ്പോൾ അല്ലെ ഒരു എൻട്രി സീനൊക്കെ വരുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി ഒക്കെ സെറ്റ് ചെയ്യുന്ന ടൈമിൽ തിയേറ്ററിലെ ആൾക്കാരുടെ വിസിലടിയും കയ്യടിയും അതൊക്കെ മനസ്സിൽ കൊണ്ടിട്ടാണോ ഇതൊക്കെ സെറ്റ് ചെയ്യാറുള്ളത്? ഒരിക്കലുമല്ല. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാറില്ല, ഞാൻ ചിന്തിക്കാറില്ല. ഇന്ന സീൻ കയ്യടിക്കുമെന്നും നമുക്ക് അറിയാൻ പാടില്ല, കയ്യടിക്കണം എന്നും നമുക്ക് അറിയാൻ പാടില്ല. നമ്മൾ ആ സിനിമ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു മാസ് എൻട്രി ആണെങ്കിൽ ആ ഒരു 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 പഞ്ചും പവറും നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യണം. കൊള്ളാലോ, ഇത് രസമായിട്ടുണ്ടല്ലോ. ഒരാളുടെ കാല് സ്റ്റെപ്പും എടുത്ത് നോക്കുമ്പോൾ നമ്മൾ അവിടെ ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്നു, ബിൽഡ് ചെയ്യുന്നു ആ സീന്. അപ്പോൾ അതൊരു എന്താ പറയുക, മ്യൂസിക്കലി ആയിരിക്കുമല്ലോ. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള സീക്വൻസുകൾ മ്യൂസിക്കലി ആയിരിക്കും. അപ്പോൾ വളരെ സ്വീറ്റായിട്ട് അല്ലെങ്കിൽ വളരെ എൻഗേജിങ് ആയിട്ട് ഇരുത്താനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അത് വോളിയം കൂട്ടലല്ല, അത് ഒരുപാട് വോളിയം കയറ്റി വെച്ചിട്ടല്ല, അതിനെ എങ്ങനെ എലിവേറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും, അങ്ങനത്തെ ഒരു പരിപാടി നമ്മളവിടെ ചെയ്യുന്നു. ഇപ്പോൾ ഈ തിയേറ്റർ മിക്സും അതേപോലെ OTT മിക്സിലും മെയിൻ ഡിഫറൻസ് എന്താണ് വരുന്നത്? ഡൈനാമിക് റേഞ്ച് വ്യത്യാസമാണ്. ഡൈനാമിക് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇതിനൊരു ചെറിയ സൗണ്ടും വലിയ സൗണ്ടും പോകുന്ന ദൂരമല്ലേ, അത് റെഡ്യൂസ് ചെയ്യണം നമ്മൾ. മറ്റത് വലിയ ഒരു തിയേറ്ററിൽ ഇരുന്ന് നമ്മൾ കേൾക്കുമ്പോൾ, ഒരു അക്കോസ്റ്റിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ളൊരു തിയേറ്ററിലിരുന്ന് നമ്മൾ കേൾക്കുമ്പോൾ, ഞാനിത് മനസ്സിലാവണ രീതിയിലാണ് കേട്ടോ പറയണത്. അപ്പം ചെറിയ സൗണ്ടുകളും വലിയ സൗണ്ടുകളും നമുക്ക് കേൾക്കാൻ പറ്റും. കാരണം അങ്ങനത്തെ ഒരു സ്പേസിൽ നിന്നിട്ടാണ് നമ്മളത് കാണുന്നത്. ഇത് OTTയിലേക്ക് വരുമ്പോൾ എൻവയോൺമെൻറ്റുകൾ മാറും. ചിലർ മൊബൈലിലായിരിക്കും കാണുന്നത്, ചിലർ ലിവിങ് റൂമിലായിരിക്കും കാണുന്നത്, അവിടെ വർത്തമാനങ്ങളുണ്ടാവും. അപ്പം ഇതിനൊരു വാല്യൂസ് ഉണ്ട്. ഇതിന് ഓരോ OTT കമ്പനികൾ ഓരോരോ വാല്യൂകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ OTTയിൽ ഓഡിയബിളായിട്ട് കേൾക്കാനായിട്ട് അവരുദ്ദേശിക്കുന്ന അതിനകത്തേക്ക് നമ്മളിത് രണ്ടാമത് ഇതിനെ ബാലൻസ് ചെയ്യും. അപ്പോൾ ചെറിയ സൗണ്ടുകൾ ഒരു സ്ഥലത്ത് കേൾക്കാനും വലിയ സൗണ്ടുകൾ അധികം പോവാതെ താഴേക്ക് കൊണ്ടുവരാനുമുള്ള രീതിയിൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യും. രണ്ടാമത് അതിനെ മിക്സ് ചെയ്യണം. ഞാൻ ചെയ്ത എല്ലാ സിനിമകളും ഒരു സിനിമ ചോദിച്ചു ബാക്കി എല്ലാ സിനിമകളും ഞാൻ പ്രൊഡക്ഷനിലത് സംബന്ധിച്ചിട്ട് രണ്ടാമത് അതിനെ മിക്സ് ചെയ്തിട്ടുണ്ട്. കാരണം എന്നാലേ അത് ഓഡിയബിൾ ആയിട്ട് ഇത് OTTയിൽ വരുമ്പോൾ അത് എല്ലാവർക്കും കേൾക്കാൻ പറ്റുള്ളൂ. പൊതുവെ OTTയിൽ വരുമ്പോൾ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്, ഡയലോഗ് കേൾക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഡയലോഗ് ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ സിനിമ കാണാനായിട്ടിരിക്കും, കുറച്ച് കഴിയുമ്പോഴേക്കും മ്യൂസിക് അങ്ങോട്ട് കയറി വരും, ഭയങ്കരമായിട്ട് മ്യൂസിക് കയറി വരും. അപ്പോൾ നമ്മൾ നേരെ റിമോട്ട് എടുത്തിട്ട് അത് വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഡയലോഗ് വരുമ്പോൾ ഡയലോഗ് പിന്നെ കേൾക്കില്ല. അപ്പോൾ നമ്മൾ പിന്നെയും എടുത്തിട്ട് നമ്മൾ അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് തിയേറ്ററിക്കൽ വേർഷൻ എൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ് ശരിക്കും OTTയിലേക്ക് പോകേണ്ടത്. അത് രണ്ടാമത് മിക്സ് ചെയ്താലേ അത് വർക്കാവുള്ളൂ. അപ്പോൾ ഓരോ OTT പ്ലാറ്റ്ഫോംസിനും ഓരോരോ ക്രൈറ്റീരിയകളാണ്. അത് മീറ്റ് ചെയ്യണ രീതിയിൽ നമ്മളത് ചെയ്തു കൊടുക്കേണ്ടി വരും. ഫസൽക്ക സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച ദിവസം അന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇമോഷണലിയോ അതോ അല്ലെങ്കിൽ ഏറ്റവും സർപ്രൈസിങ് ആയിട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന ഒരു കോൾ ആരുടെയായിരുന്നു? അല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ അതിൽ സന്തോഷമുള്ള കോളുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവരും വിളിച്ചത് ഫോഴ്സ് എല്ലാവരും വിളിച്ചതിൽ സന്തോഷമായിരുന്നു. എന്നാൽ എനിക്ക് ലിജോ വിളിച്ചത് എനിക്ക് ഭയങ്കരധികം സന്തോഷമായിരുന്നു. കാരണം ലിജോക്ക് ആഗ്രഹമായിരുന്നു എനിക്കൊരു ഇത് കിട്ടണം എന്നുള്ളൊരു വളരെ. അതേപോലെ രംഗൻ എന്നെ വിളിച്ചിരുന്നു. പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് സാഞ്ചേട്ടൻ. ആ സമയത്ത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. സാഞ്ചേട്ടനൊക്കെ ഭയങ്കരധികം സന്തോഷമായി. അത് ഓഫ് കോഴ്സ് ഫാമിലിക്ക് എന്തായാലും ഉണ്ടാകും, പക്ഷേ സുഹൃത്തുക്കൾ എന്നുള്ള രീതിയിൽ ഇവരുടെയൊക്കെ റിയാക്ഷനായിരുന്നു എനിക്ക് ഭയങ്കരധികം സന്തോഷം ഉണ്ടായത്.
അപ്പം ഈ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചതിന് ശേഷം പിന്നെ ഡയറക്ടേഴ്സോ അല്ലെ പ്രൊഡ്യൂസേഴ്സിൻ്റെയോ ഒരു അപ്രോച്ചിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിരുന്നോ? ഇല്ല, ഞാനങ്ങനെ ചേഞ്ചസ് ഒന്നും കണ്ടിട്ടില്ല. ഞാനങ്ങനെ പേഴ്സണലി ചിന്തിച്ചിട്ടില്ല, ഒരു ചേഞ്ചസും ഇത് ചെയ്തിട്ടില്ല. നാട്ടിൽ എല്ലാവരും ഈ സ്വീകരണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ നടന്നങ്ങനെ പോയി. അല്ലാതെ അങ്ങനെ ഒരു വലിയൊരു ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആ ഒരു അനൗൺസ്മെന്റ്, സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച ഒരു അനൗൺസ്മെന്റ് കേട്ടപ്പോ എങ്ങനെയാണ് ഫീൽ ചെയ്തത്? സന്തോഷമുണ്ടായി, ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ടായി. വീട്ടിൽ സർപ്രൈസ് ആയിരുന്നു, സന്തോഷമുണ്ടായി. അത് നമുക്ക് അങ്ങനെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നത്. സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു. അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്, ഒരു ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യണ ഒരാൾക്ക് അങ്ങനത്തെ ഒരു ഇത് കിട്ടാൻ. OTTന്റെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പം OTT പ്ലാറ്റ്ഫോമിൽ പല പ്ലാറ്റ്ഫോമിലും പല ക്രൈറ്റീരിയാസ് ആണ്, അതേപോലെ തന്നെ ഡിഫറെന്റ് പാരാമീറ്റേഴ്സും കൂടെയാണ്. അപ്പം ഒരു വർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ QC കുറച്ച് ചേഞ്ചസോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി ബാധിക്കുമോ അതിൽ? ഉറപ്പായിട്ടും. കാരണം നമ്മളത് ഒരു തിയേറ്ററിക്കൽ മിക്സ് ചെയ്ത ഒരു സിനിമ നമ്മളത് OTTയിലേക്ക് എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇത് ഏത് പ്ലാറ്റ്ഫോമാണ് അത് എടുത്തതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. വളരെ ലിമിറ്റഡ് ടൈം ആയിരിക്കുള്ളൂ നമുക്ക് അതിന് വേണ്ടി കിട്ടുന്നത്. അപ്പോൾ ഈ തിയേറ്ററിക്കലിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഉണ്ടാക്കിയ മൂവ്മെൻറ്റ്സിൻ്റെ എനർജീസ് നമ്മൾ പല സ്ഥലങ്ങളിലും കുറക്കേണ്ടി വരും. അപ്പോൾ അത് പ്രശ്നമാണ്. ശരിക്കും OTTക്ക് വേണ്ടി മാത്രമുള്ള ഒരു സിനിമയാണ് എങ്കിൽ നമുക്ക് വളരെ സ്റ്റാർട്ടിങ് തൊട്ടേ നമുക്ക് ആ ഡൈനാമിക്സ് കീപ്പ് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോവറും ഹൈ ലെവൽസും നമുക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട്, OTTയുടെ ക്രൈറ്റീരിയാസ് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ അതനുസരിച്ചായിരിക്കും ഉള്ളത് ബാലൻസ് ചെയ്യണത്. അപ്പം അതിന് പ്രശ്നം ഉണ്ടാവില്ല. അതേസമയം നമ്മൾ ഓൾറെഡി തിയേറ്ററിക്കലി ചെയ്തു വെച്ച ഒരു സാധനം വീണ്ടും നമ്മളത് ഒരു ലിമിറ്റഡ് ടൈമിൽ അത് കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും ചില സീനുകൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. കാരണം അത് ഭയങ്കര ഹൈ മൂവ്മെൻറ്റ്സ് ക്രിയേറ്റേണ്ട സാധനങ്ങളായിരിക്കുള്ളൂ. പക്ഷെ അത് ആ ഹൈ മൂവ്മെൻറ്റ്സിലേക്ക് പോകാൻ പറ്റില്ല. കാരണം അത് പോയിട്ടുണ്ടെങ്കിൽ അത് QCയിൽ അത് റിജക്ഷൻ വരും. അപ്പം നമ്മൾ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതെല്ലാം ഒന്നുകൂടി ചെയ്യേണ്ടി വരും. അപ്പോൾ ശരിക്കും അത് ബാധിക്കാറുണ്ട്. അതേസമയം OTTക്ക് മാത്രമായിട്ടുള്ള ഒരു കണ്ടൻറ്റാണ്, ഇപ്പോൾ ഒരു വെബ് സീരീസാണ്. അപ്പോൾ അതൊക്കെയാണെങ്കിൽ നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാം. അപ്പോൾ നമുക്ക് ഓൾറെഡി അതനുസരിച്ചായിരിക്കുള്ളൂ നമ്മളത് പ്ലാൻ ചെയ്ത് പോകുന്നത്. സീരീസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചാലഞ്ചിങ് ആണോ? ഉറപ്പായിട്ടും. സിനിമേനേക്കാൾ അതായത് അതെനിക്ക് തോന്നുന്നത് എനിക്ക് മാത്രമല്ല, ടോട്ടൽ ക്രൂവിന്. കാരണം OTT പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞാൽ അവരൊരുപാട് കാര്യങ്ങൾ, സ്ക്രിപ്റ്റ് അടക്കം എല്ലാ കാര്യങ്ങളും അവരുടെ അണ്ടറിലായിരിക്കുള്ളൂ ഇത് ചെയ്യണത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. ഈവൻ പ്രൊഡക്ഷൻ ഉള്ള സമയത്ത് ഡയറക്ടേഴ്സിനാണെങ്കിലും അതിൽ വർക്ക് ചെയ്യണ എല്ലാവർക്കും ആണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ഫ്രീഡം കുറവായിരിക്കും. അപ്പോൾ അതങ്ങനെയാണ്. എനിക്ക് മാത്രമല്ല, ടോട്ടൽ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. LJPയുടെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിഷ്വലിയും അതേപോലെ തന്നെ സൗണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫിലിമാണ്. അപ്പം അവരുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അല്ല, എനിക്ക് സ്വാഭാവികമായിട്ടും ലിജോൻ്റെ പടങ്ങളൊക്കെ ഉറപ്പായിട്ടും വേറൊരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ലിജോ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സിനിമകളിലും ഈ സൗണ്ട് എന്ന് പറയുന്ന മേഖല, അത് ഏത് ടൈപ്പ് സിനിമയാണെങ്കിലും ഞാൻ കാണുന്ന കാര്യമാണ് കേട്ടോ പറയണത്. ലിജോൻ്റെ സിനിമകൾ ഓക്കെ, എസ്പെഷ്യലി സിനിമകളിൽ ഈ പറഞ്ഞ പോലെ സൗണ്ടിൻ്റെ സാധ്യതകളും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് രീതികളും ലിജോൻ്റെ ഒരു കാര്യങ്ങൾ വേറെയാണ്. അപ്പോൾ അത് എസ്പെഷ്യലി അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും സിനിമയിൽ ഏത് സിനിമകളാണെങ്കിൽ പോലും അത് എങ്ങനത്തെ സിനിമയാണെങ്കിലും അതിൽ ആ സൗണ്ടിൻ്റെ സാധ്യതകളുണ്ട്. ഇപ്പൊ ഈ ചുരുളി എന്ന് പറഞ്ഞ ഒരു സിനിമയില് നമ്മുടെ ക്രേസി അറ്റ്മോസ്ഫിയർ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത് LJP ഓൾറെഡി എന്തെങ്കിലും ബ്രീഫ് തന്നായിരുന്നോ? ഇല്ല, അതിലൊരു അങ്ങനത്തെ ഒരു ബ്രീഫിംഗ് പരിപാടികളൊന്നും അല്ല. അതിൽ തന്നെയല്ല ഒരു സിനിമകളിലും അങ്ങനെ ഒരു ബ്രീഫിംഗ് എന്ന് പറഞ്ഞ സാധനങ്ങളൊന്നും സംഭവിക്കാറില്ല. അപ്പം ഞാൻ എൻ്റെ കേസിൽ അങ്ങോട്ട് ചെയ്യുകയാണ്. നമുക്കത് കാണുമ്പോൾ നമുക്കത് രാവിലെ ഒരു കാര്യം ചെയ്യും, നമ്മൾ ഉച്ചക്കത് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് വർക്കാവില്ല, അത് മാറ്റിയിട്ട് നമ്മളത് ചെയ്യും. വൈകിട്ട് കാണുമ്പോൾ ചിലപ്പോൾ അത് വർക്കാവില്ല, അത് മാറ്റും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ അത് അങ്ങനെയാണ്. നൻപകൽ നേരത്ത് മയക്കം എന്നുള്ളൊരു സിനിമ ഒരു തമിഴ്നാട് ഗ്രാമത്തിൻ്റെ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു സട്ടിൽ ഫിലിമാണ്.
അതേപോലെ മാസ് ഫിലിംസ് ചെയ്യുമ്പം അതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത്? അല്ല, നൻപകൽ നേരത്ത് മയക്കം സിനിമ അത് ഒരുപാട് എഫേർട്ടിട്ട് ചെയ്ത സിനിമയാണത്. അത് എല്ലാ സിനിമയിലും ഇല്ലാന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സിനിമയും എഫേർട്ടിട്ട് ചെയ്യണതാണ്. പക്ഷേ ഇതെനിക്കൊരു സ്പെഷ്യൽ സിനിമയാണ് ശരിക്കും നൻപകൽ നേരത്ത് മയക്കം. എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ പേഴ്സണൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിൽ 2 സിനിമകളുണ്ട്. ഒന്ന് മലൈക്കോട്ടെ വാലിബൻ, ഒന്ന് നൻപകൽ നേരത്ത് മയക്കം. എനിക്ക് നൻപകൽ നേരത്ത് മയക്കം പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. കുറേ കൂടി എന്തൊക്കെയോ ചെയ്യാൻ ഉണ്ട് ഇപ്പോഴും സ്റ്റിൽ അത് ആയിരുന്നു എന്ന് ചിന്തിച്ച ഒരു സിനിമയാണത്. അത് ഈ പറഞ്ഞ പോലെ രംഗനായിരുന്നു അതിൻ്റെ സൗണ്ട് ഡിസൈനർ. രംഗൻ, ദീപു ആയിരുന്നു എഡിറ്റർ. അപ്പോൾ അതിൽ BGM ഇല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊന്നും ഇല്ല. അത് ഓരോ സിറ്റുവേഷനിൽ നമ്മൾ ഓരോരോ സോങ് വെച്ചിട്ടാണ് അത് പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇവരാണ് ഈ സോങ്സ് എല്ലാം കളക്ട് ചെയ്തത്. ഇപ്പോൾ ദീപുവും പിന്നെ രംഗനും ഒക്കെയാണ് ഇതിൻ്റെ ഓവറോൾ സൗണ്ടിങ്. ആ സ്പേസിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര രസം വരുന്നു ആ സിനിമ എനിക്ക് മിക്സ് ചെയ്യുമ്പോൾ. പിന്നെ അജഗജാന്തരം നേരെ വേറൊരു ടൈപ്പ് സിനിമയാണ്. അതൊരു വേറെ ടൈപ്പ് ഭയങ്കര ലൗഡായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര കെയോട്ടിക്കായിട്ടൊക്കെ സീൻസൊക്കെ ഉള്ള ബഹളമൊക്കെ ഉള്ളൊരു സിനിമയാണ്. രണ്ടിൻ്റെ 2 മൂഡാണ് ശരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഇമോഷണൽ പരിപാടിയാണ് സിനിമ മിക്സ് ചെയ്യുമ്പോൾ ഞാൻ സിനിമേനെ കാണുന്നത് അങ്ങനെയാണ്. ഇപ്പം നൻപകൽ നേരത്ത് മയക്കത്തിൽ അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ, അതായത് മറ്റേ സുന്ദരം ജെയിംസും സുന്ദരവുമായിട്ടുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, അവിടെ നിന്ന് സിനിമ മാറണത്, അതിൻ്റെ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ടുകൾ ചേഞ്ച് ആവണത്. അപ്പോൾ അത് ഫോർഗ്രൗണ്ടിലൊരു സിനിമ പറയണുണ്ടെങ്കിലും അതിൻ്റെ ഇന്നറിൽ ലേയേഴ്സ് വേറെ ഉണ്ട്. വേറൊരു ഇമോഷണൽ പരിപാടികളും എല്ലാം അതിൽ പോകുന്നുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എനിക്കറിയില്ല, അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. ഓരോ ആൾക്കാരും അത് തിയേറ്ററിൽ കാണുമ്പോൾ അവർക്ക് തോന്നണ ഒരു ഫീലുണ്ട്. ഒരു വന്ന പടം കഴിയുമ്പോൾ ഭയങ്കര കാമായിട്ട് ഓക്കെ നമ്മൾ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള മൂഡാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇമോഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ അജഗജാന്തരം എന്ന് പറഞ്ഞ സിനിമ. നേരെ ഭയങ്കര നമ്മളാകെ ഒരു എനർജി ആയിട്ടുള്ള ഇതാണ്. അപ്പം ഈ സാധനങ്ങളെല്ലാം നമുക്ക് സിനിമ മിക്സ് ചെയ്യണ സമയത്തെ നമ്മളത് ആ ഒരു രീതിയിലാണ് അതിനെ ട്രീറ്റ് ചെയ്യണത്. ഇപ്പം അതിലൊരു DJ പോലെ ഒരു സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും അമ്പലപ്പറമ്പിൽ അങ്ങനെയല്ല ആക്ച്വലി. അതിനകത്തേക്ക് വന്നിട്ട് തിരിച്ച് DJയിലേക്ക് പോകുന്നു, വീണ്ടും നമ്മൾ റിയാലിറ്റിയിലേക്ക് വരുന്നു, അവിടെ ദാസം വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയാണല്ലോ. അപ്പോൾ അത് വിഷ്വലി ട്രീറ്റ് ചെയ്തേക്കണ ഒരു ഇതുണ്ട്. അപ്പം അതനുസരിച്ചാണ് ആ ബാലൻസ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ രണ്ടിൻ്റെ 2 മൂഡാണ്, രണ്ട് ഡയമെൻഷനാണ് സിനിമ, 2 മൂഡാണ്. ഇതിൻ്റെ സൗണ്ടിങ്ങും ഡിഫറെൻ്റ് ആണ്. അതെങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അറിയില്ല ശരിക്കും. ഈ ഒരു കരിയർ ജേർണിയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മിക്സിംഗ് സീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? അല്ല, അങ്ങനെ ഒരു സീനായിട്ടൊന്നും ഒരിക്കലും എനിക്ക് പറയാൻ ഇല്ല. അങ്ങനെ ഒരു സീനൊന്നും ഇല്ല. അത് ഇനി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ അങ്ങനെ അതിനെ കാണല. നമ്മൾ ഈ സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ 2 സിനിമ ഇത്രയും ചെയ്തതിൽ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമായിട്ടുള്ള വേറെ ഒന്നും ഇഷ്ടമല്ല എന്നല്ല പറയണം. നമുക്കൊരു ഇതുണ്ടാവില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇനിയും കുറച്ച് അത് കാണുമ്പോൾ ഇപ്പോഴും ഭയങ്കര ഒന്നും കൂടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു എന്ന് ചിന്തിച്ച ഒരു സിനിമയാണ് നൻപകൽ നേരത്ത് മയക്കം. അതേപോലെ തന്നെ വാലിബനും എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമായിട്ട സിനിമയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് റിലീസായ എനോമി എന്നുള്ളൊരു ചിത്രം, അതിൻ്റെ സൗണ്ട് അടിപൊളിയായിരുന്നു. അപ്പം അതിൻ്റെ സൗണ്ട് യൂസ് ചെയ്തത് സൗണ്ട് പാർട്ടിക്കിൾസ് എന്ന സോഫ്റ്റ്വെയർ ഹോളിവുഡിൽ മാത്രം യൂസ് ചെയ്തൊരു സോഫ്റ്റ്വെയർ ആയിരുന്നു. അപ്പം അത് കേരളത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ എങ്ങനെയായിരുന്നു സോഫ്റ്റ്വെയർ ഡീറ്റെയിലിങ്ങും ചാലഞ്ചസും കാര്യങ്ങളൊക്കെ, അതിനെക്കുറിച്ചൊന്ന് പറയാം. അല്ല, അത് ഞാനിപ്പോൾ ചെയ്ത എല്ലാ സിനിമകളിലും, ഏത് സിനിമകളാണെങ്കിലും, ഈവൻ ചുരുളി ആണെങ്കിലും ഏത് സിനിമകളാണെങ്കിലും നമ്മളതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളും അല്ലെങ്കിൽ എന്താണ് വേൾഡിൽ സിനിമ മിക്സിങ്ങിനും സൗണ്ടിനും വേണ്ടി യൂസ് ചെയ്യണം, അത് നമ്മൾ റിസർച്ച് ചെയ്ത് നമ്മൾ അതിന് ഏതാണ് ആവശ്യം എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാ സിനിമകളിലും നമ്മൾ ചെയ്ത സിനിമകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും പല കമ്പനികളുടെയും ബീറ്റാ ടെസ്റ്റേഴ്സായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇൻ ദ സെൻസ് അവരുടെ സോഫ്റ്റ്വെയർസിൻ്റെ ആ സോഫ്റ്റ്വെയർ ഇറങ്ങണേക്ക് മുമ്പ് 2 മാസം 3 മാസം 6 മാസമൊക്കെ നമ്മളത് യൂസ് ചെയ്ത് അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഇതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. ടെസ്റ്റേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ബീറ്റാ ടെസ്റ്റേഴ്സായിട്ട്.
അപ്പോൾ പല സോഫ്റ്റ്വെയറുകളും നമ്മുടെ എല്ലാ സിനിമകൾക്കും വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സൗണ്ട് പാർട്ടിക്കിൾസിൻ്റെ അനോമിയുടെ കേസിൽ എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറേ ഐഡിയകളുണ്ടായിരുന്നു. അപ്പോൾ ആ ഐഡിയകൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇതാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ സോഫ്റ്റ്വെയർ പിക്ക് ചെയ്തത്. അത് ആക്ച്വലി ആ സോഫ്റ്റ്വെയർ സൗണ്ട് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണത് സൗണ്ട് ഡിസൈനേഴ്സാണ്. അവരാണ് ഈ ഡിസൈനിങ് സ്റ്റേജിൽ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണം. നമ്മളത് മിക്സിൽ യൂസ് ചെയ്തത് അത് യൂസ് ചെയ്ത് നോക്കിയതാണ്. കാരണം അത് ഇതിന് സമയമുണ്ടായിരുന്നു ഈ സിനിമ ചെയ്യാനായിട്ട്. നമുക്ക് ഒരു ഡെഡ് ലൈൻ ഉണ്ടായിരുന്നു, എന്നാലും നമുക്കൊരു വളരെ റീസണബിൾ ആയിട്ടുള്ളൊരു ടൈം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതുകൊണ്ട് അതിൽ കുറേ സീക്വൻസുകൾ നമ്മൾ അത് വെച്ചാണ് മിക്സ് ചെയ്തേക്കുന്നത്. അപ്പം അത് ഞാൻ ഉദ്ദേശിച്ച ഒരു ലെവലിലേക്ക് ആ സാധനം വന്നു എന്നുള്ളതാണ്. അത് നമ്മളൊരു സൗണ്ടിന് ഒരു കറക്റ്റ് സ്പേസിൽ അതെങ്ങനെ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ അതെങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം, അതൊക്കെ അങ്ങനെയൊക്കെയാണ് ടെക്നിക്കലി പറഞ്ഞിട്ട് ഇത് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനോമി സിനിമയിലെ ഏത് സീൻസിനാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയത്? അല്ല, സിനിമയിൽ ശരിക്കും ടോട്ടലി വെരി ബിഗിനിങ് തൊട്ടേ ആ സോഫ്റ്റ്വെയർ പല സ്ഥലങ്ങളിലും യൂസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി അതിൻ്റെ ക്ലൈമാക്സ് സീക്വൻസിലാണ് അത് കുറേ കൂടി മേജർ കുറേ സാധനങ്ങളായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അത് ഇപ്പം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആ സിനിമയ്ക്ക് അത് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് അത് ചൂസ് ചെയ്തേക്കുന്നത്. അത് എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ ക്ലൈമാക്സ് സീക്വൻസിലാണത്. എന്നാൽ ത്രൂ ഔട്ട് ആ സിനിമയിലുണ്ട് അത് എല്ലാ സ്ഥലങ്ങളിലും. എസ്പെഷ്യലി റെയിൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അത് വെച്ചിട്ടാണ്. പിന്നെ ലാസ്റ്റ് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്, അതൊക്കെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അതിൽ തന്നെയാണ്. ബോളിവുഡിലെ മ്യൂസിക് ഡയറക്ടർ, ആനിമലിന്റെ മൂവീൻ്റെ മ്യൂസിക് ഡയറക്ടറായ ഹർഷവർദ്ധൻ്റെ ഒപ്പം വർക്ക് ചെയ്തപ്പം എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? അത് പുള്ളി മിക്സിന് ശേഷമാണ് വന്ന് സിനിമ കണ്ടത്. പ്രത്യേകിച്ച് പുള്ളി ഓക്കെ ആയിരുന്നു. വന്ന് കണ്ട് പുള്ളി എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെ പുള്ളി ഓക്കെ ആണെന്നുള്ള രീതിയിലാണ് പുള്ളി അത് ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പുള്ളിക്ക് ഭയങ്കരമായിട്ട് വർക്കായെന്നുള്ളത്. അത് സന്തോഷമുണ്ട് പുള്ളി അങ്ങനെ പറഞ്ഞതിൽ. പക്ഷെ പ്രത്യേകിച്ച് ഒന്നുമില്ല, പുള്ളി വന്ന് കണ്ടു സിനിമ, പുള്ളി ഉദ്ദേശിച്ച ഒരു ലെവലിലേക്ക് അത് മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞു. റീസെന്റ് ആയിട്ട് റിലീസ് ആവുന്ന പല ഫിലിംസിന്റെയും തിയേറ്ററിൽ ഒരു ലൗഡ്നെസ് ആൾക്കാർ പറയാറുണ്ട്. അപ്പം അതിനെ കുറിച്ച് ഫസൽക്കയുടെ ഒരു ഒപ്പീനിയൻ എന്താണ്? അല്ല, അത് ഓരോ ആൾക്കാരും സിനിമ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മനസ്സിലാക്കേണ്ട രീതികളുണ്ടല്ലോ. അത് മിക്സിംഗ് എഞ്ചിനീയേഴ്സ് സിനിമ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഡയറക്ടേഴ്സിന് അത് അറിയില്ല എന്താണ് എങ്ങനെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിനിമകൾ നന്നായിട്ടത് ഒരു ഫീൽ ഉണ്ടാക്കാന്നുള്ളതാണ്. പക്ഷേ ഇതിപ്പോൾ സംഭവിക്കണം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം സിനിമയുടെ പേര്, ഒരു സിനിമയുടെ പേര് ഞാൻ പറയാനുള്ള കാരണം നാളെ എനിക്കും സംഭവിച്ചുകൂടാ ഇല്ലാത്തൊരു കാര്യമുള്ളത്. അപ്പോൾ ഇതൊരു സിനിമ കണ്ടിട്ട് അവർ ആപ്പിൾ വാച്ചാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഓവർ ലൗഡ്നെസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നോട്ടിഫിക്കേഷൻ വരും. 3 പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നു വാച്ചിൽ. 4ാമത്തെ പ്രാവശ്യം എഴുന്നേറ്റ് പുറത്തു പോയി ഛർദ്ദിച്ചിട്ടാണ് പുള്ളി, ഒമിറ്റ് ചെയ്തിട്ടാണ് പുള്ളി തിരിച്ചു വന്ന് ഇരുന്നെന്ന് പറഞ്ഞു. അത്ര സൗണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം പുള്ളി പോയിട്ട് ചെവി ടെസ്റ്റ് ചെയ്തു, ചെവിക്ക് എന്തെങ്കിലും പറ്റുമോ. 2 ദിവസം കഴിഞ്ഞിട്ടാണ് പുള്ളി നോർമൽ ഇതിനകത്തേക്ക് വന്നതെന്ന് പറയണം. നമ്മളൊരു സ്പെസിഫിക് അക്കോസ്റ്റിക് ചെയ്ത ഹൈ വോൾട്ടേജ് ആംപ്ലിഫയറും സ്പീക്കേഴ്സൊക്കെ വെച്ചേക്കണ ഒരു ഓഡിറ്റോറിയത്തിലാണ് നമ്മളൊരു സിനിമ പ്ലേ ചെയ്യണത്. ഒരു നോർമൽ മനുഷ്യൻ 30 മിനിറ്റ് 90 dB സൗണ്ട് കേട്ടാൽ ഹിയറിംഗ് ലോസ് സംഭവിക്കാം, അങ്ങനെ സംഭവിക്കാം. അതുപോലെ തന്നെ ഒരുപാട് മേജർ ഹാർട്ട് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാരാണത് കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ് അറ്റാക്ക് വരെ ട്രിഗർ ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അത്രയും ലൗഡായിട്ട്. പിന്നെ പിള്ളേരാണെന്നുണ്ടെങ്കിലും ഹിയറിംഗ് ലോസ് സംഭവിക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മിക്സ് ചെയ്യണ സമയത്തും ഇത് മിക്സ് ചെയ്യണ ആൾക്കാരും മിക്സ് ചെയ്യുമ്പോൾ കൂടെ ഉള്ള ആൾക്കാരും എല്ലാവരും കണ്ട് അപ്രൂവൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് തിയേറ്ററിൽ എത്തുന്നത് ഇല്ലേ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് 2 മണിക്കൂർ ഈ 90 dB 95 dB 100 dB വരെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ അത്രയും സൗണ്ടുകൾ കേൾക്കുക എന്നുള്ളത് ഹെൽത്തിന് പ്രശ്നമാണ്. അത് തന്നെയല്ല, സിനിമേനെ അങ്ങനെയല്ല അപ്രോച്ച് ചെയ്യേണ്ടത്. സിനിമ സൗണ്ട് കൂട്ടി വെച്ചിട്ട് സിനിമ ഹിറ്റാവില്ല. ഒരു സിനിമയും അങ്ങനെ ഹിറ്റായിട്ടില്ല. ഇപ്പോൾ അജഗജാന്തരം എന്ന് പറഞ്ഞ സിനിമ ഭയങ്കര ലൗഡായിട്ടുള്ള സിനിമയാണ്. അതുപോലെ തന്നെ ഈ എന്താ പറയുക, ചാവേർ എന്ന് പറഞ്ഞ സിനിമ ഭയങ്കര ലൗഡായിട്ടുള്ള സിനിമയാണ്. പക്ഷെ എങ്ങനെ എൻഗേജ് ചെയ്യിക്കാം,
അത് സൗണ്ട് കൂട്ടി വെച്ചിട്ടല്ല സിനിമ എൻഗേജ് ചെയ്യിക്കേണ്ടത്. അത് ഡയറക്ടറാണെങ്കിലും മിക്സ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. സൗണ്ട് കൂട്ടി വെച്ചിട്ട് സിനിമ ഹിറ്റാവില്ല. ആ സിനിമ അതിൽ എന്താണ് അതിൻ്റെ റിലീസ് ചെയ്യണേക്ക് മുമ്പ് എന്താണ് അതിൻ്റെ പ്രോബ്ലം, അല്ലെങ്കിൽ അത് സിനിമ ഒരു സ്ക്രിപ്റ്റ് ലെവലിൽ എന്താണത് ചെയ്യേണ്ടത്, ആ സമയം തൊട്ടേ അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അതൊരു ഫൈനൽ പ്രൊഡക്റ്റായി പ്രൊഡക്ഷനിൽ തന്നെ അതിൻ്റെ ഒരു രീതിയിലേക്ക് എത്തിച്ചതിന് ശേഷം അത് എക്സിക്യൂട്ട് ചെയ്യണേക്ക് മുമ്പ് അത് സ്ക്രാപ്പ് ചെയ്യാൻ വരെ പറ്റും. ആ സിനിമ അത് സ്ക്രാപ്പ് ചെയ്യാൻ വരും. മറ്റേ ആ സിനിമ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ആ സിനിമ ലാസ്റ്റ് സൗണ്ട് കൂട്ടി വെച്ചതുകൊണ്ട് ആ സിനിമ ഹിറ്റാവില്ല, വർക്കാവില്ല. ആ സിനിമ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, സൗണ്ട് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാനുള്ളതല്ല സിനിമ. നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് സൗണ്ട് ചെയ്യണത്, സൗണ്ടിന് വേണ്ടിയിട്ടല്ല സിനിമ ചെയ്യണത്. സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടല്ല ആൾക്കാർ ഓഡിറ്റോറിയത്തിൽ പോണത്. അവർ വൃത്തിയായിട്ട്, ഇപ്പോൾ ഹൊററാണെങ്കിൽ ആ സിനിമ എൻജോയ് ചെയ്യാനും, ആക്ഷൻ ആണെങ്കിൽ അത് എൻജോയ് ചെയ്യാനും, കോമഡി ആണെങ്കിൽ അത് എൻജോയ് ചെയ്യാൻ വേണ്ട വന്നത്. 50% വീഡിയോ 50% സൗണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ സൗണ്ട് കേട്ടുകൊണ്ട് അത്ര അരോചകമായിട്ട് പൈസ കൊടുത്തിരുന്ന് കാണേണ്ട ഒരു ആവശ്യം ആയിരിക്കില്ല. അപ്പം അത് വളരെ മോശപ്പെട്ട കാര്യമാണ്. അത് പ്രൊഡക്ഷനും ഈ പറഞ്ഞ പോലെ മിക്സിംഗ് എഞ്ചിനീയേഴ്സും ഡയറക്ടേഴ്സും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് റിലേറ്റ് ചെയ്ത് ഒരു ചോദ്യം കൂടെയുണ്ട്. മിക്സിംഗ് സ്റ്റുഡിയോയിൽ കേൾക്കുന്ന സ്പീക്കറിൻ്റെ സൗണ്ടും പിന്നെ തിയേറ്ററിൽ വരുമ്പോൾ ഉള്ളൊരു സൗണ്ടിലും ഡിഫറൻസ് വരുമ്പം അത് വിഷമം തോന്നാറുണ്ടോ? ഇല്ല, എനിക്കങ്ങനെ മുമ്പൊക്കെ ഉണ്ടാവുമായിരുന്നു. കുറേ നാൾ മുമ്പ് വരെ എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയില്ല. കാരണം നമ്മളൊരു കാലിബ്രേറ്റഡ് ആയിട്ടുള്ള എൻ്റെ കേസിൽ ഞാൻ വീക്കിലി കാലിബ്രേറ്റ് ചെയ്യണ സ്റ്റുഡിയോ ആണ് എൻ്റെ സ്റ്റുഡിയോ. ഞാനത് കാലിബ്രേറ്റ് ചെയ്ത് ചെയ്യണ ഒരു ഇതാണ്. അപ്പോൾ അത് എല്ലാ തിയേറ്ററിലും ഒരുപോലെ സൗണ്ട് ചെയ്യില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ തിയേറ്ററിലും ഒരുപോലെ സൗണ്ട് ചെയ്യില്ല. കാരണം തിയേറ്റേഴ്സ് എല്ലാം അതിൻ്റെ ഓഡിറ്റോറിയം വ്യത്യാസം ഉണ്ടാവും, സൗണ്ട് സിസ്റ്റം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും ഒരുപോലെ സൗണ്ട് ചെയ്യില്ല. എന്നാൽ പോലും ചില സ്ഥലങ്ങളിൽ വളരെ മോശമായിട്ട് കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പല തിയേറ്ററിലും അങ്ങനെ പോയി കാണാറില്ല. എല്ലാ തിയേറ്ററും അല്ല. ഇപ്പം എൻ്റെ കേസിൽ ഞാനൊരു 85 to 90 തിയേറ്റേഴ്സ് നല്ല സൗണ്ടായിരിക്കും ഞാൻ ചെയ്ത സിനിമകളിൽ എനിക്ക് കിട്ടിയേക്കണത്. മഞ്ഞുമൽ ബോയ്സ് ഞാൻ കണ്ടത് കോയമ്പത്തൂർ ബ്രോഡ്വേ സിനിമാസിലായിരുന്നു. നല്ല സൗണ്ടിങ് ആയിരുന്നു അവിടെ. അതുപോലെ തന്നെ വാലിബൻ ഞാൻ കണ്ടത് PVR ലുലു മോളിലായിരുന്നു. നല്ല സൗണ്ടിങ് ആയിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് വിഷ്വലിൻ്റെ കാര്യവും. വിഷ്വലും ഇപ്പം നമ്മൾ ഗ്രേഡഡ് തിയേറ്ററിൽ നമ്മൾ കാണുന്ന ആ ഒരു ക്വാളിറ്റി ഒരിക്കലും വിഷ്വൽ പുറത്ത് കിട്ടാറില്ല. പക്ഷേ സൗണ്ട് കേട്ടില്ലെങ്കിൽ ചോദിക്കും എന്തുകൊണ്ടാണ് സൗണ്ട് കുറവ്, അല്ലെങ്കിൽ എന്താണത് ഇത് ചെയ്യാതെ. പക്ഷേ വിഷ്വലിൻ്റെ കേസിൽ എനിക്ക് തോന്നാറില്ല അങ്ങനെ ആരും ഇത് ചെയ്യുന്നത്. പക്ഷേ രണ്ടും സെയിം ആണ്. സെയിം ക്വാളിറ്റി ഒരിക്കലും കിട്ടില്ല. പക്ഷേ എന്നാൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ ലൗഡ്നെസ് എന്ന് പറഞ്ഞത് മാറ്റർ വേറെയാണ്. മനസ്സിലായില്ലേ? അത് മിക്സിൽ തന്നെ മിക്സ് ചെയ്യണ എഞ്ചിനീയേഴ്സും ഡയറക്ടേഴ്സും മ്യൂസിക് ഡയറക്ടേഴ്സും എല്ലാവരും എടുക്കണ ഡിസിഷനാണ് എങ്ങനെ അത് ചെയ്യണമെന്ന്. ഒരിക്കലും ഞാൻ വീണ്ടും പറയുന്ന കാര്യമാണ്, സിനിമ സൗണ്ട് കൊണ്ട് ഇതല്ല ചെയ്യണം. സിനിമ ഇമോഷണലി കണക്റ്റ് ആവണം, റിലേറ്റ് ആവണം സിനിമ. അതിന് സൗണ്ട് ഒരു ഭാഗമാകാൻ പറ്റണം. സൗണ്ട് ജനങ്ങളിലേക്ക് വിഷ്വലി അവരത് കാണുമ്പോൾ അത്രയും സുഖമായിട്ട് സൗണ്ട് എൻജോയ് ചെയ്യാൻ പറ്റണം. എന്നാലേ സിനിമയിലേക്ക് എത്താൻ പറ്റുള്ളൂ. സക്സസ് എപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്നാലും സിനിമ കാണുമ്പോൾ ആൾക്കാർക്ക് ആ ഒരു വിഷ്വലി കാണുന്നത് സൗണ്ട് കൊണ്ട് മോശമാവരുത്. ആ വിഷ്വലി കാണുന്നത് സൗണ്ട് കൊണ്ട് ആസ്വദിക്കാൻ, ആ വിഷ്വൽ ആസ്വദിക്കുന്ന പോലെ സൗണ്ടും ആസ്വദിക്കാൻ പറ്റണം. അപ്പോൾ അതിന് മിക്സിംഗ് എഞ്ചിനീയേഴ്സും ഈ പറഞ്ഞ പോലെ മ്യൂസിക് ഡയറക്ടേഴ്സും എല്ലാം ആ ഒരു റോള് കൊടുത്ത് അത് ആ രീതിയിൽ അതിനുള്ള സമയം കൊടുത്ത് വർക്ക് ചെയ്ത് എടുക്കണം സിനിമ. ഇന്ന് സൗണ്ട് മിക്സിംഗിൽ AI ടൂൾസ് വരുന്നുണ്ട്. അപ്പം അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആണ്? അല്ല, ടൂൾസ് ഇതിപ്പോൾ AI ജനറേഷൻ ഇറങ്ങിയ സമയം തൊട്ടേ നമ്മളും AI ടൂൾസ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഒരു പെർഫെക്റ്റ് മിക്സിംഗ് എന്ന് പറഞ്ഞ ലെവലിലേക്ക് എന്തായാലും ഒരു ഹ്യൂമൻ ഇമോഷൻ മനസ്സിലാവാത്ത കാലത്തോടത്തോളം അത് ഒരു വിഷയമുള്ള കാര്യമല്ല. വിഷയം തന്നെയല്ല, അത് യൂസ് ചെയ്യാറുണ്ട്. പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യാറുണ്ട് നമ്മൾ. പല സൗണ്ടുകൾ ജനറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസിബിലിറ്റീസ് നമുക്ക് ആദ്യം തന്നെ അറിയാം. അല്ലെങ്കിൽ കുറച്ചും കൂടിയും ഫാസ്റ്റായിട്ട് ഇപ്പോൾ നമുക്കൊരു
10 ട്രാക്ക് ഇന്ന പോലെ ക്രിയേറ്റ് ചെയ്യണം, ഒരു കമാൻഡിൽ അത് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്ത് തരാനും അതിനൊക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റാറുണ്ട് വെച്ചിട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ DTSX സർട്ടിഫൈഡ് സ്റ്റുഡിയോ ആണ് ഫസൽക്കയുടെ. അപ്പോൾ എന്താണ് ഈ DTSX? അതേപോലെ തന്നെ അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഒബ്ജക്റ്റ് ബേസ്ഡ് ആണ്. നോർമൽ അറ്റ്മോസ് പോലെ തന്നെയാണ് ഈ ഡോൾബി അറ്റ്മോസും DTSXും. DTSനും ഇത് രണ്ടും രണ്ട് കമ്പനിയാണ്. പക്ഷേ ഇത് പ്രൊഡക്ഷൻ സൈഡിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു കമ്പനികളുടെ ഒരു റോള്. അതായത് ഇത് മിക്സിംഗ് സ്റ്റേജിൽ മാത്രമേ ഉള്ളൂ ഈ കമ്പനികളുടെ റോള്. ഇത് DTS ആണെങ്കിലും ഡോൾബി ആണെങ്കിലും ഇവരുടെ റോള് പ്രൊഡക്ഷൻ സൈഡിലേ ഉള്ളൂ. പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഇതിൻ്റെ ഔട്ട് എടുത്തു കഴിഞ്ഞാൽ അത് IAB എന്ന് പറഞ്ഞൊരു ഫോർമാറ്റാണ്, ഇമ്മേഴ്സീവ് ഓഡിയോ ബിറ്റ് സ്ട്രീം. അത് ഡോൾബി ആണെങ്കിലും DTS ആണെങ്കിലും ഇനി ഓറോ 3D, വേറെ ഇമ്മേഴ്സീവ് ഫോർമാറ്റാണ് ഓറോ 3D. ഇതൊക്കെ ഇമ്മേഴ്സീവ് ഫോർമാറ്റുകളാണ്. പക്ഷേ ഇത് ശരിക്കും പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് കൺസ്യൂമർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് പ്രേക്ഷകർക്ക് കൊടുക്കേണ്ട രീതിയിലേക്ക് വന്ന ഇത് IAB ആണ്. അപ്പോൾ ആദ്യത്തെ ഒരു DTS സ്റ്റുഡിയോ എൻ്റെ ആണ്. അതങ്ങനെ സംഭവിച്ചു, അതിൽ സന്തോഷമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ എവിടെ DTSXൽ മാസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് ഒറിജിനൽ IAB മാസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റുഡിയോയിൽ ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് എന്താ പറയുക, എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി ഇഷ്ടമാണ് അതിൽ വർക്ക് ചെയ്യാനായിട്ട്. സ്റ്റുഡിയോയിലെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഫൺ ആയിട്ടുള്ള അല്ലെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? അതെല്ലാ സിനിമ ചെയ്യുമ്പോഴും ഫണ്ണായിട്ടുള്ളതൊക്കെ ഉണ്ടാവും. സിനിമയല്ലേ, മനസ്സൊക്കെ ഉണ്ടാവും. DTSXന്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ശരിക്കും ഇവിടെ DTSX ഡീൽ ചെയ്യുന്നത് GDC എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അപ്പോൾ നമ്മൾ അവരായിട്ട് അപ്രോച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ലൈസൻസ് ഇഷ്യൂ ചെയ്യണത് ശരിക്കും USA നിന്നാണ്. അവിടെ നിന്നാണ് അപ്രൂവൽ വരണത്. അപ്പോൾ അതിൻ്റെ ഒരു EQ കറക്ഷനും റൂംസിൻ്റെ കുറച്ച് കറക്ഷൻ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തിരി വലിയൊരു നീണ്ട പ്രോസസ്സായിരുന്നു, ലെങ്തി പ്രോസസ്സായിരുന്നു. അത് ഭയങ്കര ടഫായിട്ട് തോന്നി ശരിക്കും അത് പ്രോസസ്സ്. പക്ഷേ ഫൈനലി അത് ഒരു അപ്രൂവൽ ചെയ്ത് തന്നു. ഫസൽക്ക, ഇപ്പം യാത്രകളൊക്കെ ചെയ്യുന്ന ടൈമിൽ പ്രകൃതിയുടെ സൗണ്ടൊക്കെ ഒരു മിക്സറിൻ്റെ പെർസ്പെക്റ്റീവിലാണോ ഒബ്സർവ് ചെയ്യാറുള്ളത്? അത് ചെയ്യാറുണ്ട്. പല സന്ദർഭങ്ങളിലും എനിക്ക് എൻ്റെ ഫോണിൽ ആപ്പൊക്കെ ഉണ്ട്. നമ്മൾ അപ്പം ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ അവിടുത്തെ ലൗഡ്നെസ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ആ ഏരിയ നമ്മൾ ജസ്റ്റ് ഷൂട്ട് ചെയ്യും. അപ്പോൾ ഈ ഷൂട്ട് ചെയ്യണം നമ്മുടെ ഫോണിൽ തന്നെ അതിൻ്റെ ഒരു ലൗഡ്നെസ് എന്താണ്, SPL എന്താണെന്ന് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അതൊക്കെ സേവ് ചെയ്ത് വെക്കും. അങ്ങനെ കളക്റ്റീവായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. പല സ്ഥലങ്ങളിലും എങ്ങനെയാണ് അവിടുത്തെ ആംബിയൻ സൗണ്ടിന് എന്തോരം ലൗഡാണ് ആംബിയൻ സൗണ്ട്, നമ്മുടെ ഇപ്പോൾ ട്രാഫിക്കിൽ വരുമ്പോൾ അത് എന്തോരം സൗണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ SPL മീറ്ററുകൾ കൊണ്ടുപോകാറുണ്ട് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ. അപ്പോൾ അവിടെ നമ്മൾ നിൽക്കണം, നമ്മളുടെ ഒരു ഷോട്ട്, അതായത് ഒരു ഷോട്ടിൽ അത് എങ്ങനെയായിരിക്കും അതിൻ്റെ SPL കിട്ടണത്, അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. ഫസൽക്കയുടെ അടുത്ത് എത്തുന്ന സിനിമകൾ കൂടുതലും ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് ആണോ? അല്ല, എൻ്റെ അടുത്ത് എത്തുന്ന സിനിമകൾ ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് ആണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ സിനിമ ചെയ്യരുതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതായത് അത് ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്തും സിനിമ അങ്ങനെ ചെയ്യാതെ ഇരിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. നമ്മളൊരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്ത് സിനിമ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ചില സിനിമകൾ അത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിനിമയാണ് എങ്കിൽ അതെത്ര ഫ്രണ്ടാണെങ്കിലും അതിപ്പോൾ തുറന്നു പറയാം, ആ സിനിമ ബ്രോ, അത് ഞാനിങ്ങനൊരു സിനിമ വേറെ ആളാണ് ചെയ്യണമെന്ന് പറയാം, ചെയ്യിക്കുക. ഞാനത് മാറി നിൽക്കണതാണ് നല്ലത്. മനസ്സിലായില്ലേ? അതായത് സിനിമ ഒരിക്കലും കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്ത് ആകരുത്, സിനിമ നന്നാവണം. അപ്പോൾ ആ സിനിമയ്ക്ക് ഏറ്റവും നല്ല ടെക്നീഷ്യൻ ആരാണോ ആ ടെക്നീഷ്യനെ ചൂസ് ചെയ്യണം. എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരിക്കലും സിനിമ കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്താവരുത്. ഇപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായതുകൊണ്ട് അവൻ ആ സിനിമ ചെയ്യണം, അത് മിക്സിംഗ് എഞ്ചിനീയർ ആണെങ്കിലും മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും അവൻ ആ സിനിമ ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുള്ളൂ. അത് അവനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഡയറക്ടർക്ക് തോന്നുകയാണ്, അങ്ങനെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അത് അവനിക്ക് കൊടുക്കണ്ട. അവനോട് കാര്യം പറയാം, എടാ അത് ഞാൻ ഇങ്ങനെ സിനിമ, അത് നിനക്ക് വേറൊരു പരിപാടി വരുമ്പോഴേക്കും അത് ഇന്നാണ് ചെയ്യട്ടെ എന്ന് പറഞ്ഞത് കൊടുക്കുക എന്നുള്ളതാണ് മര്യാദ ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ സംഭവിക്കാറില്ല, അതെനിക്ക് അറിയില്ല അതെന്താണ് അങ്ങനെ. പക്ഷെ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ടെക്നീഷ്യൻ അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്ത് വരാൻ പാടില്ല എന്നുള്ളതാണ്.
ഫസൽക്കയുടെ ഒരു പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് ഒരു ടെക്നീഷ്യനെ ചൂസ് ചെയ്യേണ്ടത്? എൻ്റെ ഒരു ഇതിൽ ശരിക്കും എല്ലാ ടെക്നീഷ്യൻസിനും അവരവരുടേതായിട്ടുള്ളൊരു വേർഷൻ ഉണ്ടാവും. അവരവർ ഒരു കഥ കേൾക്കുമ്പോൾ, ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ അത് മനസ്സിലാവണ കൺസീവ് ചെയ്യണ രീതി, അത് ഇമോഷണലി ആ സിനിമയുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് വരണൊരു രീതി, അതൊക്കെ ഉണ്ടെങ്കിലേ ആ സിനിമ നന്നാവുള്ളൂ. അത് ആ ആ ഒരു ആളുടെ ആ ഒരു ടെക്നീഷ്യൻ്റെ ഒരു വേർഷൻ ഉണ്ടാവും. അത് സൗണ്ടാണെങ്കിലും ഇനി എഡിറ്റർ ആണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, സിനിമയിലുള്ള അവരുടേതായിട്ടുള്ള വേർഷൻ ഉണ്ടാവും. ചിലപ്പോൾ ആ സിനിമ, ഇപ്പോൾ ഒരു സിനിമ അയാൾ എഡിറ്റ് ചെയ്തില്ലെങ്കിൽ, മ്യൂസിക് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ സൗണ്ട് ചെയ്തില്ലെങ്കിലും ആ സിനിമ നടക്കും. പക്ഷെ ആ സിനിമക്ക് ആ സിനിമയുടേതായിട്ടുള്ള ആ ടെക്നീഷ്യൻ്റേതായിട്ടുള്ള ഒരു വേർഷൻ ഉണ്ടാവും. അതൊരിക്കലും ഉണ്ടാവില്ല. ഇല്ലേ? മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരില്ലേ സിനിമയിൽ? ഒന്നുമല്ല അവരുടെ മുമ്പിൽ. ഇല്ലേ? എത്ര മഹാന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് അവരത്ര സ്പെസിഫിക് ആയിട്ട് പറയണത്? എന്താണ് അവർ ഒരു ടെക്നിക്കലി അത്രത്തോളം അയാൾ ചെയ്യുമ്പോൾ അതങ്ങനെ വരണത്? അത് അയാളുടെ വേഷനാണ്. അയാൾ സിനിമയെ കാണുന്നത്, അയാൾ സിനിമയെ മനസ്സിലാക്കുന്നത് ആ രീതിയിലാണ്. അപ്പം ആ സിനിമ അതങ്ങനെ ഇരിക്കും. അയാളുടെ ഒരു വേഷൻ ഉണ്ടാവില്ല. ഇപ്പം ഞാനൊരു സിനിമ മിക്സ് ചെയ്തില്ല എന്നുകൊണ്ടോ ആ സിനിമ നടക്കാതിരിക്കില്ല, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാതിരുന്നതൊന്നും ഒരു മാറ്ററല്ല. ആ സിനിമ അയാളുടേതായിട്ടുള്ളൊരു വേഷൻ ഉണ്ടാവും. അത് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. സിനിമയിൽ സിംഗ് സൗണ്ട് ചെയ്യുമ്പോൾ ഒരു റിയൽ ചാലഞ്ച് എന്താണ്? അല്ല, സിനിമയിൽ സിംഗ് സൗണ്ടേ ഉള്ളൂ. ശരിക്കും സിനിമ സൗണ്ട്, പ്രൊഡക്ഷൻ സൗണ്ട്, സിംഗ് സൗണ്ടേ ഉള്ളൂ. സിനിമ എന്ന് പറഞ്ഞൊരു ആർട്ടിൽ സിംഗ് സൗണ്ടേ ഉള്ളൂ. ആക്ച്വലി ഈ ഡബ്ബിങ് എന്ന് പറഞ്ഞൊരു രീതിയിലേക്ക് സിനിമ വന്നേക്കണത് അത് വേറൊരു ലാംഗ്വേജിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. ഡബ്ബിങ് സിനിമകൾ വന്നേക്കണത്. ഇപ്പോൾ ഒരു ജപ്പാനീസ് മൂവി ഇംഗ്ലീഷിൽ കാണണം എന്നുണ്ടെങ്കിൽ അത് ഡബ്ബ് ചെയ്ത് ഇറക്കാൻ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥ കൊണ്ടാണ് ഡബ്ബ് സ്റ്റാർട്ടായത്. പക്ഷേ ഇപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെയും ആവശ്യം വരില്ല. ഓൾറെഡി AI ആ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഡയലോഗ്സ്. പക്ഷേ ഇത് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഡബ്ബ് എന്ന് പറഞ്ഞൊരു ഇതിനകത്തേക്ക് സിനിമ വന്നേക്കണത്. പക്ഷേ അങ്ങനത്തെ ഒരു ചാലഞ്ചൊന്നും ഇപ്പം ശരിക്കും ഇല്ല. ഇപ്പോഴത്തെ ഒരു ടെക്നോളജി വെച്ചിട്ട് എന്ത് സൗണ്ടുകളുണ്ടെങ്കിലും ഡയലോഗിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു പരിധി വരെ നമുക്ക് എത്ര നോയ്സി ആംബിയൻസിൽ ഉള്ള ഡയലോഗ്സ് ആണെങ്കിലും നമുക്ക് ആ ഡയലോഗ്സിനെ മാത്രം നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റാത്ത ടെക്നോളജി ഇപ്പം ഉണ്ട്. അതുകൊണ്ട് ഇപ്പം ശരിക്കും സിംഗ് സൗണ്ട് എന്ന് പറഞ്ഞൊരു പ്രശ്നമല്ല ഒരു സ്ഥലത്തും. പക്ഷെ അതെന്തോ അങ്ങോട്ട് ഒരു ഇൻഡസ്ട്രിയിലും, പ്രത്യേകിച്ചും ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ, നമ്മുടെ ഇൻഡസ്ട്രിയിലും ഒട്ടും അങ്ങോട്ട് പോപ്പുലാരിറ്റി വന്നില്ല. അതിൽ പല കാര്യങ്ങളുണ്ട്. അത് എല്ലാ ആക്ടേഴ്സ് എല്ലാം ഒറ്റ ടൈമിങ്ങിൽ നിന്നിട്ട് ഇത് പറയുകയും പഠിക്കുകയും ഒക്കെ വേണം. പിന്നെ പ്രൊഡക്ഷൻ ഈ പറഞ്ഞ പോലെ ശരിക്കും ഒരു 20 ദിവസത്തെ ഷൂട്ടാണെങ്കിൽ 25 ദിവസം ഷൂട്ട് പോകും. കാരണം ഇതെല്ലാം ഓക്കെ പറഞ്ഞതിന് ശേഷം, സൗണ്ടും ഓക്കെ പറഞ്ഞതിന് ശേഷം മാത്രമാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് സിംഗ് സൗണ്ടാണ്. സിംഗ് സൗണ്ട് ആ ലൊക്കേഷനിൽ ആ ആക്ടർ ചെയ്യണ ആ ഒരു പെർഫോമൻസ് എന്തോരം നമ്മൾ റീഡബ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടില്ല. ആ ഒരു ഒറിജിനൽ ഫോമിലേക്ക് നമ്മൾ സൗണ്ടിങ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ ഇമോഷൻ ഒരിക്കലും നമുക്ക് കൊണ്ടുവരാൻ പറ്റുമല്ലോ. ഇമോഷൻ ശരിക്കും ഇപ്പോൾ നമ്മുടെ MJ എന്ന് പറഞ്ഞ മൈക്കിൾ ജാക്സൺ മൂവിയിൽ MJയുടെ വോയിസ് കുറേ സ്ഥലങ്ങളിലെല്ലാം കുറേ സ്ഥലങ്ങളിലല്ല, ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും അവർ ഇതാണ് ചെയ്തേക്കണത്. മറ്റേ ലേണിംഗ് ചെയ്തിട്ട്, മെഷീൻ ലേണിംഗ് ചെയ്തിട്ട് അവർ ഡബ് ചെയ്തെടുത്താണ്. പക്ഷേ ഡബ് മീൻസ് അത് AI വെച്ചിട്ട് ചെയ്തേക്കണം. പക്ഷേ അതിൽ പോലും പല സ്ഥലങ്ങളിൽ പോലും ആ ഇമോഷൻ കറക്റ്റ് ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതെൻ്റെ കാഴ്ചപ്പാടുകളാണ്. ഞാൻ എൻ്റെ ഒരു ഇതിലാണ് ഇത് പറയണത്, ഞാൻ എൻ്റെ ഇതിലാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റീക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ, എല്ലാ സിനിമകളിലും സിംഗ് സൗണ്ട് ആവട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം സിംഗ് സൗണ്ട് പിന്നെ ഞാൻ പറയില്ല, അത്രയും നോളജ് ഉള്ള ആളുകളായിരിക്കണം അത് ഹാൻഡിൽ ചെയ്യേണ്ടത്, സിംഗ് സൗണ്ട് ചെയ്യേണ്ടത്. എക്യുപ്മെൻസ് എല്ലാം ബഡ്ജറ്റ് ഒക്കെ പ്രശ്നമാണ്. പക്ഷേ സിംഗ് സൗണ്ടാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ ഫസൽക്ക നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമാകുമ്പോൾ എപ്പോഴും നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം. ഫസൽക്കയുടെ ഒരു സ്റ്റൈൽ എങ്ങനെയാണ്? എപ്പോഴും സിനിമാസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമോ അതോ എല്ലാം ഒബ്സർവ് ചെയ്ത് എങ്ങനെയാണ് അപ്ഗ്രേഡ് ചെയ്യാറ്?
ഉറപ്പായിട്ടും നമ്മൾ ഇറങ്ങണ ഓൾമോസ്റ്റ് എല്ലാ പുറത്തുള്ള സിനിമകളും നമ്മൾ കാണാറുണ്ട്. എസ്പെഷ്യലി മിക്ക സിനിമകളും ഞാൻ എൻ്റെ തിയേറ്ററിൽ തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യാറ്. എൻ്റെ പേഴ്സണൽ തിയേറ്ററിൽ തന്നെയാണ് ഞാൻ സിനിമ വാച്ച് ചെയ്യാറ്. അതും അറ്റ്മോസിൽ തന്നെ, അല്ലെങ്കിൽ എന്താണ് ഇമ്മേഴ്സീവ് ഓഡിയോ, അതിൽ തന്നെയാണ് ഞാൻ കാണാറ്. ഈ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ സിനിമ കാണുമ്പോൾ സിനിമയിലെ മാറ്റങ്ങളും വളരെ ഗംഭീരമായിട്ടാണ് തോന്നാറ്. സൊസൈറ്റിയിൽ വന്ന മാറ്റങ്ങളും എല്ലാം സിനിമയിലും വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ശരിക്കും ഭയങ്കര അത്ഭുതപ്പെടുത്താറുണ്ട് ചില കാര്യങ്ങൾ. ചില സിനിമകൾ വളരെ ഓൾഡായിട്ടുള്ള സിനിമകൾ കാണുമ്പോഴും ഇപ്പോഴത്തെ സിനിമകൾ കാണുമ്പോഴും ഉള്ള ഒരു സൊസൈറ്റിയുടെ ചേഞ്ചസും സിനിമയിൽ വന്ന ചേഞ്ചസും എല്ലാം വളരെ ഇപ്പം ഞാൻ കണ്ട സിനിമ ഇപ്പോൾ സിറാത്ത് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. ആ സിനിമയിൽ ഇപ്പോൾ സൗണ്ട് സൈഡ് ആണെങ്കിൽ തന്നെയും സൗണ്ടിൽ അവർ യൂസ് ചെയ്യുന്ന ഒരു DJ ആണ് അതിൽ കാണിക്കണത്. അതിൻ്റെ വേറെ സ്ഥലങ്ങളിലേക്കൊന്നും ഞാൻ പോകണില്ല. വളരെ പൊളിറ്റിക്കൽ ഇതൊക്കെ പറയുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ ഒരുപാട് ലേയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സിനിമയ്ക്ക്. സൗണ്ട് സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമയിൽ സൗണ്ട് യൂസ് ചെയ്തേക്കണത് ആക്ച്വലി ഒരു DJ എന്ന് പറയുമ്പോൾ ഒരു മിക്സിംഗ് എഞ്ചിനീയർ ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യണത് സബ്ബാണ്. തിയേറ്ററിലെ സബ്ബ് കുലുങ്ങണം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് DJനെ ട്രീറ്റ് ചെയ്യുള്ളൂ. പക്ഷേ ആ സിനിമയിൽ സ്പീക്കേഴ്സാണ് കാണിച്ചേക്കണേ. അത് സ്പീക്കേഴ്സിന് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ട്. അതുപോലെ തന്നെ അതിൽ കാണിച്ചേക്കണ അതിൽ സബ്ബ് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ സബ്ബിന് പോലും PA സബ്ബാണ്. ആ സബ്ബിന് പോലും ഹാൻഡിൽ ചെയ്യാവുന്ന സൗണ്ട്സ് ഉണ്ട്. ആ സൗണ്ടാണ് ആ സിനിമയിൽ യൂസ് ചെയ്തേക്കണവർ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയത്. കാരണം അത് നമ്മളുടെ ഇവിടുത്തെ കൈൻഡ് ഓഫ് ഒരു അപ്രോച്ച് ആണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ സബ്ബാണ് നമ്മൾ ഇത് ചെയ്യുള്ളൂ. പക്ഷേ ആ സിനിമയ്ക്ക് ആ സിനിമയുടെ ആ സബ്ബല്ലാതെ വേറൊരു സൂപ്പർ ടോൺ അതിൽ യൂസ് ചെയ്താൽ ആ സിനിമ ടോട്ടലി മാറും. ആ ടോട്ടലി ആ സിനിമയുടെ സബ്ജക്റ്റും ആ സിനിമ പറയാൻ ഉള്ള കാര്യങ്ങളും എല്ലാം മാറും ഒറ്റ ഇതിൽ നിന്ന്. സൂപ്പർ സബ് അതിന് പാടില്ല. ആ സിനിമയ്ക്ക് സൂപ്പർ സബ് പാടില്ല. അപ്പോൾ അങ്ങനെ സിനിമയിൽ ഒരുപാട് അത് എനിക്ക് തോന്നിയത് അത് പർപ്പസ്ഫുള്ളി അവർ അങ്ങനെ ചെയ്തേക്കണതാണ്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ആ സിനിമയെ ഗംഭീര സിനിമയാണ്. സിനിമയുടെ ഈ ഒരു സൗണ്ടിന്റെ ഭാഗമൊന്നും ആരും അധികം ചർച്ച ചെയ്യാറില്ല. പക്ഷെ ഫസൽക്ക ഈ ഒരു ടേംസും കാര്യങ്ങളും ഈ ഒരു അപ്ഡേറ്റ്സും എല്ലാം ഇത്രയും സിമ്പിളായിട്ടും ഇത്രയും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു.